എൻ്റെ പേര് ജിത പോൾ. ഇതെൻ്റെ മോളാണ്, സാന്ത്വന ജോളി. ഞങ്ങൾ ന്യൂഡൽഹിയിൽ നിന്നാണ് വരുന്നത്. സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രമായിട്ടാണ് ഇപ്രാവശ്യം ഇവിടെ വന്നത്. ഈ അൾത്താരയിൽ നിന്ന് ഈശോയെ മഹത്വപ്പെടുത്താൻ മാതാവ് എന്നെ അനുഗ്രഹിച്ചതിന് ഞാൻ ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. മാതാവ് എന്നും എൻ്റെ ജീവിതത്തിൽ ഈശോയുടെ മുമ്പിൽ എനിക്ക് വേണ്ടി എപ്പോഴും ഒരു അഡ്വക്കേറ്റായിട്ട് നിൽക്കുന്നത് പോലെയാണ് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഞാൻ അനുഭവിച്ചിട്ടുള്ളത്. ഉടമ്പടി എടുത്ത ശേഷം കുറേ കൂടെ ആഴത്തിൽ ആ അനുഭവം അമ്മ എൻ്റെ കൂടെ ഈശോ എടുക്കൽ എപ്പോഴും എനിക്കും കുടുംബത്തിനും വേണ്ടി വാദിച്ച് നിൽക്കുന്ന പോലെയാണ് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ മോളുടെ ജീവിതത്തിൽ ഈശോ തന്ന ചില അനുഗ്രഹങ്ങൾ എടുത്തു പറയുകയാണ്. മോള് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞങ്ങൾ ഡൽഹിയിലേക്ക് വരുന്നത്. അതിനു മുമ്പ് UK അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ സ്കൂളിങ്ങിലേക്ക് വന്നപ്പോഴേക്കും മോൾക്ക് ഇന്ത്യൻ സ്കൂളിങ്ങിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ നേരിട്ടു. അവളുടെ പഠനത്തിൽ വളരെ ബുദ്ധിമുട്ടുകൾ നേരിട്ടു. അപ്പം ആദ്യഘട്ടങ്ങളിലെല്ലാം മാർക്കുകളൊക്കെ വിജയ ശതമാനം വളരെ കുറവായിരുന്നു. അതിനുശേഷം 10ാം ക്ലാസ്സിൽ വന്നപ്പം 10ാം ക്ലാസ്സിലെ ആദ്യത്തെ ടേം എക്സാമിന് 62% മാർക്കാണ് കിട്ടിയത്. ആദ്യത്തെ ബോർഡ് എക്സാമിന് മുമ്പുള്ള എക്സാമിന് 82% മാർക്കാണ് കിട്ടിയത്. പക്ഷേ ഞാൻ അവളുടെ 10th എക്സാമിന് മുമ്പ് ഞാൻ 2022 ജൂലൈയിലാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. 24 മോൾ എക്സാം എഴുതുന്നത്. 24 എപ്പോഴോ പുതുക്കാൻ വേണ്ടി വന്നപ്പം നമ്മൾ ഉടമ്പടി പുതുക്കിക്കൊണ്ടിരിക്കുമ്പം നമ്മൾ കേൾക്കുമല്ലോ അസാധ്യ കാര്യങ്ങൾ എഴുതി വെക്കണമെന്ന്. അപ്പം ഇത് പല പ്രാവശ്യം കേട്ടിട്ടുണ്ടെങ്കിലും അപ്പോൾ കേട്ടപ്പോൾ ഞാൻ ഓർത്തു, ഓക്കെ, അസാധ്യ കാര്യങ്ങളല്ലേ എന്നോർത്തിട്ട് ഞാൻ എഴുതി, മാതാവേ മോക്ക് 91% മുതൽ 94% ഒരു മാർക്ക് കൊടുക്കണേ എന്ന്. കാരണം അത് അസാധ്യമാണ് അവളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് അങ്ങനെ വെറുതെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എഴുതിയതാണ്. മോളുടെ പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് സെക്കൻഡ് പ്രീ ബോർഡ് നടക്കുമ്പോഴാണ് മോൾക്കൊരു സർജറി ഉണ്ടാകുകയും ആശുപത്രിയിലും വീടിലുമായിട്ട് കുറച്ചേറെ ദിവസങ്ങൾ പഠന സമയം നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ സോഷ്യൽ സ്റ്റഡീസ് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം UK പഠിച്ചിട്ട് ഇന്ത്യയിൽ വന്ന് നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയും ജോഗ്രഫിയൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു മോൾക്ക്. ജവഹർലാൽ നെഹ്റു എന്നൊരു പേര് പറയാൻ തന്നെ കുറേ സമയമെടുത്താണ് ആ പേര് പഠിച്ചത് തന്നെ. പക്ഷേ വലിയൊരു അത്ഭുതം നടന്നത്, മോള് 10th സോഷ്യൽ സ്റ്റഡീസ് എക്സാമിൻ്റെ തലേ ദിവസം ലൂസ് മോഷനും ഛർദിലുമായിട്ട് ആൾ ഹോസ്പിറ്റലിൽ ഒരു പകുതി ദിവസത്തിൽ കൂടുതൽ അഡ്മിറ്റായിരുന്നു. പരീക്ഷയ്ക്ക് പോകുമ്പോൾ പോലും ആൾ ഛർദ്ദിച്ചിരുന്നു. നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഒരു കവർ കൊടുത്തിട്ടാണ് എക്സാം ഹാളിലേക്ക് കയറ്റിവിട്ടത്. മാർക്ക് വന്നപ്പം ഞാൻ പ്രാർത്ഥിച്ചതുപോലെ ഞാൻ എന്താണോ അവിടെ എഴുതിയിട്ടത് അതുപോലെ തന്നെ 91% മാർക്കാണ് മോൾക്ക് റിസൾട്ട് വന്നപ്പോൾ കിട്ടിയത്. പിന്നെ ആ ദിവസങ്ങളിൽ തന്നെ CBSE ഒരു പുതിയ എക്സാമിനൊരു പുതിയ സ്ട്രക്ചർ പുതിയ രീതിയിൽ കൊണ്ടുവന്നപ്പോഴേക്കും ആ ശതമാനം 93 ഉയർന്നു. 92.6 93% ഉയർന്നു. ഞാൻ എന്താണോ തമാശയായിട്ട് നടക്കിയല്ല എന്ന് കരുതി നമ്മുടെ ഉടമ്പടി നിയോഗങ്ങളുടെ പേപ്പറിൽ എഴുതിയിട്ടത് അത് തന്നെ മാതാവ് എൻ്റെ മോക്ക് കൊടുത്ത് അനുഗ്രഹിച്ചു. ഞാൻ പറഞ്ഞല്ലോ സോഷ്യൽ സ്റ്റഡീസിന് 97 മാർക്കാണ് 100 കിട്ടിയത്. അത് വലിയൊരു അത്ഭുതമാണ്. ഞാൻ പറഞ്ഞല്ലോ സോഷ്യൽ സ്റ്റഡീസ് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പോകുന്ന സമയത്ത് ഛർദ്ദിച്ചു പോയ ആളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോ ഓർമ്മിപ്പിക്കുകയാണ്, ഈശോയെ കൊണ്ട് തന്നെയാണ്, ഈശോയെ ആശ്രയിച്ചത് കൊണ്ട് ഈശോ തന്നെ തന്ന മാർക്കാണെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാതാവിൻ്റെ മധ്യസ്ഥതയിൽ നമുക്ക് കിട്ടിയ മാർക്കാണത്. അടുത്തത് 12th പരീക്ഷ കഴിഞ്ഞ് നിൽക്കുകയാണ് ആൾ. ഇപ്പം നെതർലൻഡ്സിൽ ഡെൽഫ്റ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് BSc നാനോ ബയോളജി പഠിക്കാനുള്ള അഡ്മിഷനും അതിൻ്റെ വിസയും എല്ലാം ആയതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. ഈശോയ്ക്ക് നന്ദി പറയുന്നു. അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും മാതാവിൻ്റെ കയ്യൊപ്പ്, കൃപാസനം മാതാവിൻ്റെ കയ്യൊപ്പ് ഓരോ ഘട്ടങ്ങളിലും പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ആദ്യമായിട്ട് വേണ്ടത് IELTS എക്സാം ക്ലിയർ ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ +2 അവസാന ഘട്ടങ്ങളിൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, വളരെ സമ്മർദ്ദവും പരീക്ഷയും ഒക്കെ ആയിട്ട് വളരെ സമ്മർദ്ദത്തിൻ്റെ ഒരു സമയമാണ്, ഒട്ടും സമയമില്ല.
ആ ഒരു സമയത്താണ് ഒരാഴ്ച മാത്രം ബ്രേക്ക് എടുത്ത് ഈ IELTS എക്സാം എഴുതുന്നത്. അപ്പം ആൾ പറഞ്ഞു ഞാൻ തന്നെത്താനെ പഠിച്ചോളാം എന്ന് പറഞ്ഞു. ആദ്യത്തെ ഒരു 2-3 ദിവസം ഈ എക്സാം എങ്ങനെയായിരിക്കും എഴുതേണ്ടത് എന്നൊക്കെ നോക്കി ആൾ മനസ്സിലാക്കി വന്നപ്പോൾ തന്നെ പിന്നെ ഒരു 3-4 ദിവസമേ ഉള്ളൂ. ഒട്ടും പഠിക്കാനോ അത് പ്രിപ്പയർ ചെയ്യാനോ ആൾക്ക് പറ്റുന്നില്ല. മോള് കരച്ചിലൊക്കെ ആയി. അപ്പം ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു, അമ്മയ്ക്ക് തന്നെ ഇത് അവളുടെ മാർക്ക് കിട്ടിയിട്ട് ഫുൾ ക്രെഡിറ്റ് വേണമെങ്കിൽ അമ്മ തന്നെ പഠിപ്പിച്ചു, ആരെയും കൊണ്ട് പഠിപ്പിക്കണ്ട. അതല്ല ഈശോയുടെ ആഗ്രഹം, അമ്മയുടെ ആഗ്രഹം ഒരു ട്രെയിനറെ വയ്ക്കണമെന്നാണെങ്കിൽ അമ്മ അതിൽ ഇടപെടണം. അപ്പോൾ എനിക്കൊരു അടുത്തൊരു ഫ്രണ്ടുണ്ട്, അവൾ IELTS ട്രെയിനറാണ്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, അവൾ എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയക്കണം. അത് തന്നെ ഒരു അത്ഭുതമാണ്. കാരണം ഞങ്ങളങ്ങനെ ഫ്രീക്വൻറ്റ് കോണ്ടാക്റ്റുള്ള സുഹൃത്തുക്കളല്ല, വളരെ വിരളമായിട്ടൊക്കെ മെസ്സേജ് അയക്കുന്നതാണ്. അപ്പം ഞാനിതൊരു ദിവസം വൈകുന്നേരം കുർബാനയ്ക്ക് പോകുമ്പോൾ മാതാവിനോട് പറഞ്ഞു. എനിക്ക് തോന്നുന്നു പിറ്റേ ദിവസം വൈകുന്നേരം കുർബാനയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ നോക്കുമ്പം അവളുടെ ഒരു മെസ്സേജ് വെറുതെ കുശലാന്വേഷണം നടത്തി ഒരു മെസ്സേജ് കിടക്കുന്നു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഇത്രയും നാൾ മെസ്സേജ് അയക്കാത്ത ആൾ പെട്ടെന്ന് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു. അപ്പം മാതാവ് അതിൽ ഇടപെട്ടു എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം എൻ്റെ കൂട്ടുകാരി അറേഞ്ച് ചെയ്ത് തന്ന വേറൊരു ട്രെയിനറെ വെച്ചു. ആ ട്രെയിനറെ വെക്കുമ്പോൾ പിന്നെ എക്സാമിന് 3 ദിവസമാണ് ഉള്ളത്. 4-ാമത്തെ ദിവസം ഏതാണ്ട് പരീക്ഷ നടക്കുക. അപ്പോൾ ആ ട്രെയിനർ അത്ഭുതപ്പെട്ടു പോയി. 3 ദിവസം മുമ്പ് എങ്ങനെയാണ് ഒരാളെ IELTSന് പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു +2ൻ്റെ ഇംഗ്ലീഷൊക്കെ എഴുതുന്ന രീതിയിൽ ചെയ്യാമെന്നുള്ളൊരു കോൺഫിഡൻസിലൊക്കെ ആയിരുന്നു ആളെന്ന് പറഞ്ഞു. അപ്പം ട്രെയിനർ പറഞ്ഞു ഓക്കെ 6.5 നമുക്ക് കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞു. അവസാന ദിവസത്തെ പരീക്ഷയുടെ തൊട്ട് തലേദിവസം ട്രെയിനർ എന്നെ വിളിച്ച് ഉപദേശിച്ചു, മോക്ക് ടെൻഷനൊന്നും കൊടുക്കേണ്ട, സാരമില്ല, നമുക്ക് വേണമെങ്കിൽ ഇനിയും ട്രൈ ചെയ്യാമല്ലോ എന്നർത്ഥത്തിൽ. എക്സാം നടക്കുമ്പം മോക്കൊന്നാമതേ പുറത്ത് ഒരു സോഷ്യൽ കുറച്ച് ആങ്സൈറ്റി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിചയമില്ലാത്ത ഒരാൾ സംസാരിക്കുമ്പം പെട്ടെന്ന് സംസാരിക്കാൻ ഒരു ഫ്ലോ കിട്ടാതെ വരും. അപ്പം ഈ സ്പീക്കിങ്ങിൻ്റെ സമയത്ത് പുറത്തുനിന്ന് ഒരാൾ സംസാരിക്കുന്നത് കൊണ്ട് അതെങ്ങനെയായിരിക്കും എന്നുള്ളത് കുറച്ച് കൂടുതൽ ഉത്കണ്ഠയുണ്ടായിരുന്നു. ഭർത്താവും ഞാനും ആ സമയത്ത് പുറത്തിരുന്ന് കൊന്തയില് പ്രാർത്ഥിച്ചു, പ്രത്യേകിച്ച് നമ്മുടെ സ്പീക്കിംഗ് നടക്കുമ്പോൾ. അത് കഴിഞ്ഞ് റിസൾട്ടിൻ്റെ അന്ന് പോലും ഞാൻ എൻ്റെ ഭർത്താവിനോട് റിസൾട്ട് വരുന്നതിൻ്റെ അന്ന് രാവിലെ പറഞ്ഞു, നമുക്ക് വേഗം തന്നെ അടുത്ത ഡേറ്റ് എടുക്കണം, കാരണം +2ൻ്റെ എക്സാം ഒക്കെ വരുമല്ലേ, അപ്പോൾ വേഗം IELTS തീർക്കണം, കാരണം ഇവൾ സ്കോർ ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളൊരിതില്ല. പക്ഷേ അതിന് മുമ്പുള്ള ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ അവൾക്ക് അത്ഭുതം കാണിക്കണേ, അവളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം, അവൾക്ക് കൊടുക്കുമോ എന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ മാതാവിനോട് ഒരു ദിവസം പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അമ്മേ അവൾക്കൊരു 7.5 കൊടുക്കുമോ എന്നിങ്ങനെ. അപ്പോൾ എന്നോട് മാതാവ് തിരിച്ച് ചോദിക്കുന്ന പോലെ തോന്നി, നിനക്ക് എത്ര കിട്ടണമെന്നാണ് നിൻ്റെ ആഗ്രഹം? അപ്പം ഞാൻ പറഞ്ഞു അവൾക്ക് 8 കിട്ടണം, 8 സ്കോർ, നിങ്ങൾക്കറിയാമല്ലോ IELTS 9 മാക്സിമം, 8 കിട്ടണമെന്ന് പറഞ്ഞു. റിസൾട്ട് വന്നപ്പോൾ അത്ഭുതപ്പെട്ടു പോയി, ഈ സ്കോർ 8 ഉണ്ട്. ശരിക്കും 100% അത് അത്ഭുതമാണ്. ഞാൻ ഈ 3 ദിവസം പഠിപ്പിച്ച ട്യൂട്ടർ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. അപ്പം പരീക്ഷയുടെ തലേ ദിവസം വരെ മോളുടെ എന്താണ് പഠന രീതി അല്ലെങ്കിൽ പഠനത്തിലുള്ള കഴിവെന്താണെന്ന് ആ ട്യൂട്ടറിന് മനസ്സിലായ ആളാണ്. ഈ 8 എങ്ങനെ കിട്ടിയെന്നുള്ളത് സത്യത്തിൽ ട്യൂട്ടർ അത്ഭുതപ്പെട്ടു പോയി. 100% ഈശോ അത്ഭുതം പ്രവർത്തിച്ച കൃപാസനം മാതാവിൻ്റെ മധ്യസ്ഥതയിലും മാതാവ് ഈശോ എടുക്കൽ വാദിച്ച് എൻ്റെ മോക്ക് വാങ്ങിച്ചു കൊടുത്തതാണ് ആ 8 മാർക്കും IELTSൻ്റെ മാർക്കും. ഇത് ഞാൻ ജീസസ് യൂത്തിൽ സജീവമായിട്ട് ചെറുപ്പത്തിലുണ്ടായിരുന്ന ഒരാളാണ്. അപ്പം ഞാൻ എൻ്റെ ജീസസ് യൂത്ത് ഗ്രൂപ്പിലൊക്കെ പറയുമ്പം മറ്റു പലർക്കും ഇത് വളരെ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ കിട്ടിയതാണ് എന്ന്, കൃപാസനം മാതാവിൻ്റെ മധ്യസ്ഥതയിൽ കിട്ടിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയുമ്പം പലർക്കും അതൊരു ആവേശമാണ്. പിന്നീട് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഡെൽഫ്റ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള അതിൻ്റെ കുറേ കടമ്പകളിൽ ഓരോ കടമ്പയിലും നമ്മുടെ കഴിവല്ല, മറിച്ച് ഈശോ തരുന്നതാണ്, ഈശോയിൽ ആശ്രയിക്കുമ്പോഴാണ് നമുക്കിത് കിട്ടുന്നത്. കർത്താവിൻ്റെ ബ്ലെസ്സിങ് ആണ്, ഈശോയുടെ ഗ്രേസ് ആണ് നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത് എന്നുള്ളതിന് ഓരോ കടമ്പയിലും നമുക്ക് ഈശോ മനസ്സിലാക്കി തന്നിരുന്നു. അത് ഈ ഡെൽഫ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് മോക്ക് അഡ്മിഷൻ കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യം വേണ്ടിയിരുന്നത് അതിൻ്റെ ഒരു ഓൺലൈൻ ഇൻ്റർനാഷണൽ എക്സാമാണ്. ആ എക്സാം നടക്കുമ്പം എന്താ പറയുക, നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ടെക്നിക്കൽ ഗ്ലിച്ചസ്, സാങ്കേതിക തകരാറ് മൂലം മോൾക്ക് ടൈപ്പ് ചെയ്യുന്നത് അത് ഡിലീറ്റ് ആയി പോകും. ഒരു പേജിൽ നിന്ന് അടുത്ത പേജിലേക്ക് പോകുമ്പം ആദ്യത്തെ പേജ് കാണാതെയാവും, പിന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ടൈം പോയി, അടിച്ചത് മുഴുവൻ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റഡായി, ആൾ ഭയങ്കര കരച്ചിലും ഇതൊക്കെയായിരുന്നു. അപ്പം ഓരോ എക്സാമിന് പോകുമ്പം നമ്മൾ ഇതിനു മുമ്പ് എല്ലാ എക്സാമിനും പോകുമ്പോഴും നമ്മൾ വിശുദ്ധ തൈലം തലയിൽ നെറ്റിയിൽ തേച്ച് പ്രാർത്ഥിച്ചിരുന്നു. അവളുടെ 10th എക്സാമിൻ്റെ സമയത്ത് ഞാൻ പറയാൻ മറന്നുപോയി, 10th എക്സാമിൻ്റെ സമയത്ത് കാശ് രൂപവുമായിട്ടാണ് ആൾ ക്ലാസ് റൂമിൽ പരീക്ഷയ്ക്ക് കയറിയിരുന്നത്. അപ്പം ഈ എക്സാമിനും ഇങ്ങനെ സംഭവിച്ചു. അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് സങ്കടമുണ്ട്. എങ്കിലും മാതാവിനോട് പറയും, മാതാവേ ഈശോയോട് ചോദിച്ച് ഒരു അത്ഭുതം പ്രവർത്തിക്കാവോ,
ഈശോ ആഗ്രഹിക്കണമെങ്കിൽ നടക്കട്ടെ, നമ്മുടെ ആഗ്രഹം ഇതെല്ലാം ശരിയാവണമെന്നുള്ളതാണ്. അമ്മ ഒരു അത്ഭുതം പ്രവർത്തിക്കാമോ എന്ന് ചോദിക്കും. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ യൂണിവേഴ്സിറ്റി പറഞ്ഞു, ഓക്കെ ഞങ്ങൾ നോക്കട്ടെ, മോൾ എഴുതിയത് കിട്ടിയ അത്രയും കുറച്ച് നല്ലതാണ്, അതുകൊണ്ട് ഞങ്ങൾ ആ രീതിയിൽ കൺസിഡർ ചെയ്തോളാമെന്ന്. റിസൾട്ട് വന്നപ്പം അവൾ ഈ എക്സാമിൻ്റെ ഈ അഡ്മിഷൻ്റെ റിക്വയർഡ് റാങ്കിലേക്ക് എത്തിയിട്ടില്ല. അപ്പം നമ്മൾ വീണ്ടും മാതാവിനോട് ചോദിക്കും, അമ്മ ഈശോയോട് ചോദിക്കുമോ, അമ്മ ഈശോയോട് പ്രാർത്ഥിക്കുമോ, മോക്ക് അതിലേക്ക് കയറ്റി കൊടുക്കാൻ പറ്റുമോ, അവളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുമോ എന്ന് ചോദിക്കും. പിന്നെ എങ്കിലും ഈശോയുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് എപ്പോഴും മനസ്സിൽ ചിന്തിക്കും, ഈശോയോട് പറയും. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴെന്ത് പറ്റി, വീണ്ടും അവൾ ആ റിക്വയർഡ് റാങ്കിലേക്ക്, ആ ഇൻ്റർനാഷണൽ എക്സാമിൻ്റെ റിക്വയർഡ് റാങ്കിലേക്ക് കയറി. അപ്പോൾ ഓരോ പ്രാവശ്യം എന്താ പറയുക നടക്കുമ്പോഴും നമുക്കൊരു പരാജയം വരും. ആ പരാജയം നമ്മുടെ കഴിവല്ല എന്ന് ഈശോ നമ്മളെ തന്നെ മനസ്സിലാക്കി തരും. നമ്മൾ ഈശോയിൽ ആശ്രയിക്കുമ്പം, മാതാവ് നമുക്ക് വേണ്ടി അമ്മയെപ്പോലെ നിന്ന് വാദിക്കുമ്പോഴാണ് ഈശോ വീണ്ടും നമുക്ക് ആ ഒരു വിജയം, ആ ഒരു ഇതിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അപ്പോഴേക്ക് നമ്മുടെ +2ൻ്റെ എക്സാം റിസൾട്ട് വന്നു. ഇത്തവണത്തെ CBSEയുടെ റിസൾട്ടിന് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആ സമയത്ത് ആദ്യം കിട്ടുന്നത് 82%. അപ്പോൾ അന്നും അതൊരു സങ്കടമായിരുന്നു. 82 നമ്മളതിൽ കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു, 82%. അത് മാത്രമല്ല, ബാക്കി സബ്ജക്ട്സിന് മാർക്കുണ്ടെങ്കിലും ഇവൾക്ക് ആവശ്യമുള്ള ഫിസിക്സ്, മാത്സ് ഇത് രണ്ടും B2 ആണ് കിട്ടിയത്. B1 കിട്ടിയാലാണ് നമുക്ക് ഈ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ പൂർത്തിയാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ വീണ്ടും ഇമ്പ്രൂവ്മെൻറ്റിന് കൊടുത്തിട്ട് മാതാവിനോട് പറഞ്ഞു, അമ്മ തന്നെ ഈ പേപ്പർ നോക്കണം, അമ്മ നോക്കിയാലേ അവൾക്ക് മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഫിസിക്സിൻ്റെ പേപ്പർ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി പേപ്പർ എടുപ്പിച്ചിട്ട് അവളുടെ ഫിസിക്സ് പഠിപ്പിച്ച സാറിന് അയച്ചു കൊടുത്തപ്പം സാറ് പറഞ്ഞു, ഇതിൽ ഇനി മാർക്കൊന്നും കിട്ടാനില്ല എന്ന്. പക്ഷേ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് മോള് പറഞ്ഞു, ഇല്ല അമ്മ എനിക്ക് മാർക്ക് കിട്ടാനുണ്ടെന്ന് പറഞ്ഞു. അത് കൃത്യം പറഞ്ഞാൽ 1 മാർക്കാണ് നമുക്ക് B1 ആകാൻ വേണ്ടി ഫിസിക്സിന് വേണ്ടത്. ഇതുപോലെ തന്നെ റിസൾട്ട് വന്നു. മാതാവിനോട് നമ്മൾ ദിവസവും പറയും, പ്രാർത്ഥിക്കും. റിസൾട്ട് വന്നപ്പം ഇതുപോലെ തന്നെ ഫിസിക്സും മാത്സിനും നമ്മൾ ആഗ്രഹിച്ച എന്താണോ ആ മാർക്കിലേക്ക് ഈശോ ഉയർത്തി തന്നു. അപ്പം ഈ അഡ്മിഷൻ്റെ ഓരോ പടിയിലും ഇത് മാതാവിൻ്റെ കയ്യൊപ്പുണ്ട്. നമുക്ക് പരാജയങ്ങളും കുറവുകളും ന്യൂനതകളും മാത്രമുള്ളപ്പം ഈശോയുടെ മെറിറ്റ് കൊണ്ടാണ്, ഈശോയുടെ ഗ്രേസ് കൊണ്ടാണ് നമുക്കിന്ന് കിട്ടുന്നതെന്നുള്ള ഓരോ ഘട്ടത്തിലും മാതാവ് പറഞ്ഞു തന്നുകൊണ്ടിരുന്നു. ഇപ്പം അത് കഴിഞ്ഞ് ഫൈനലി അഡ്മിഷൻ എല്ലാം റെഡിയായി, എല്ലാം ഓക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും നമുക്കതിൻ്റെ ഫീസ് അടയ്ക്കാനുള്ള അത്യാവശ്യം നല്ലൊരു തുകയുണ്ട്. അപ്പോൾ ഫീസ് അടയ്ക്കാനുള്ള ലോണിന് വേണ്ടി അപേക്ഷിച്ചു. ആദ്യത്തെ ലോൺ ശരിയായില്ല. രണ്ടാമത്തെ ലോണ് ഇപ്പം കിട്ടും എന്ന് ബാങ്കുകാരും എല്ലാവരും പറയും. പക്ഷേ നമുക്ക് ഫീസ് അടയ്ക്കാനുള്ള അവസാന ദിവസമായി. അപ്പോൾ അന്നൊരു ചൊവ്വാഴ്ചയായിരുന്നു. ബുധനാഴ്ച നമ്മുടെ ഇന്ത്യൻ സമയം ബുധനാഴ്ച വെളുപ്പിനെ ഏതാണ്ട് അവർക്ക് പൈസ എത്തണം എന്നാണ് എൻ്റെ ഓർമ്മ. ചൊവ്വാഴ്ച നമ്മുടെ ആരാധന ഞാൻ ഓൺലൈനിൽ വീട്ടിലിരുന്ന് കൂടിക്കഴിഞ്ഞ് ഞാനപ്പം മാതാവിനോട് പറഞ്ഞു. പക്ഷേ ഞാൻ ഓരോ ഘട്ടത്തിലും പറയുമായിരുന്നു, ഈശോയുടെ ഇഷ്ടമാണെങ്കിൽ മാത്രം അവളെ അവിടെ കൊണ്ടുപോയാൽ മതി, അല്ലെങ്കിൽ ഈശോ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്ത് കൊടുത്താൽ മതി എന്ന്. അപ്പം ഞാൻ ഈ ആരാധന കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ ലോൺ ശരിയാകും എന്ന് പറയുന്നല്ലാതെ ആവുന്നില്ല. ഞാൻ അപ്പോൾ തന്നെ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ ഒരു 3 മണിയോടുകൂടി ഇട്ടു. പിന്നെ നമ്മൾ പറയില്ലേ, യുദ്ധകാല അടിസ്ഥാനത്തിൽ നമ്മുടെ കാര്യങ്ങൾ നടന്നെന്ന് പറയില്ലേ, പിന്നെ നടന്നത് അങ്ങനത്തെ ഒരു അത്ഭുതമാണ്. ആ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ ഇട്ട ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ ലോൺ സാങ്ഷനായി. നമ്മൾ കൃപാസന മാതാവിൻ്റെ ഏറ്റവും ഇതായിട്ട് പറയില്ലേ, സമയച്ചുരുക്കം. മണിക്കൂറുകൾക്കുള്ളിൽ ലോൺ സാങ്ഷനായി. ബാങ്ക് മുഴുവൻ നമ്മുടെ ഒപ്പം നിൽക്കുന്നത് പോലെ, അവിടുത്തെ സ്റ്റാഫ് മുഴുവൻ നമ്മുടെ കൂടെ നിന്ന് അവരുടെ എന്തോ ആവശ്യം പോലെ അവർ ഒരുമിച്ച് നിന്ന് നമുക്ക് വേണ്ടി ചെയ്ത് ലോൺ സാങ്ഷൻ ആവുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ അപ്പം തന്നെ അയച്ചു കൊടുക്കുന്നു. അവിടെ എത്താനുള്ള സമയം കഴിഞ്ഞെങ്കിലും ആ സമയത്തിനുള്ളിൽ എത്തിയില്ലെങ്കിൽ അവർ അക്സെപ്റ്റ് ചെയ്യില്ലെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ അവിടെ സമയം കഴിഞ്ഞിട്ടാണ് പൈസ അവിടെ എത്തുന്നത്, നമ്മളിവിടുന്ന് അയച്ചെങ്കിലും. പക്ഷേ എങ്കിലും അവരത് അക്സെപ്റ്റ് ചെയ്യുകയും ആ യൂണിവേഴ്സിറ്റിയുടെ പ്രോസസ്സ് മുഴുവൻ വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ പറ്റി. ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നത്, ഓരോ സമയച്ചുരുക്കം മൂലവും നമ്മുടെ മെറിറ്റ് നഷ്ടപ്പെടുമ്പം ഈശോയുടെ ഗ്രേസ് തന്ന, ഈശോയുടെ കൃപ കൊണ്ട് മാത്രമാണ് മുമ്പോട്ട് പോകണമെന്ന് ഓർമ്മിപ്പിച്ചുമാണ് ഈ പ്രോസസ്സ് മുഴുവൻ തീരുന്നത്. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് വേണമെങ്കിൽ പറയാം. മോള് 11ാം ക്ലാസ്സിൽ ചേർന്ന് കഴിഞ്ഞിട്ട് ബയോളജി ഇഷ്ടപ്പെട്ടാണ് ചേർന്നതെങ്കിലും ബയോളജി പാടാണെന്ന് പറഞ്ഞു. ചേർന്ന് കഴിഞ്ഞൊരു 3-4 മാസം കഴിഞ്ഞപ്പോൾ പറയുവാണ്, ഞാൻ ബയോളജി മാറി, ഞാൻ വേറൊരു സബ്ജക്റ്റ് എടുത്തോട്ടെ എന്ന് പറഞ്ഞ ആൾ കരച്ചിലായി. അപ്പോഴും നമ്മൾ ഈശോയോട് പറയും, ഈശോയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ നടക്കട്ടെ, അല്ലെങ്കിൽ മാറട്ടെ എന്ന്. ഫൈനലി അത് കണ്ടിന്യൂ ചെയ്തു.
ഇപ്പം 12th പബ്ലിക് എക്സാം മാർക്ക് വന്നപ്പോൾ ബയോളജിക്ക് 100-ൽ 98 മാർക്കാണ്. പിന്നെ CUT നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഓൾ ഇന്ത്യ ലെവലിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് എഴുതുന്ന എൻട്രൻസ് എക്സാമാണ്. അതിന് ബയോളജിക്ക് 97%. ഇപ്പോൾ നെതർലൻഡ്സിലെ ഡെൽഫ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ ബയോളജി, നാനോ ബയോളജി മുഖ്യ വിഷയമായിട്ട് എടുത്ത് പഠിക്കാൻ പോവുകയാണ്. ബയോളജി പഠിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് കരഞ്ഞ ആളാണ് ഇപ്പം 12ാം ക്ലാസ് അവസാനിക്കുമ്പോഴേക്കും ബയോളജിയിൽ ഇത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത്. ഈശോയുടെ കൃപ എന്നല്ലാതെ എനിക്ക് മറ്റൊരു വാക്ക് എനിക്ക് പറയാനില്ല. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഈശോ എന്നെ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, ജർമ്മൻ പത്രങ്ങൾ കൊടുക്കാൻ അനുഗ്രഹിച്ചിട്ടുണ്ട്. അത് എനിക്ക് ട്രെയിനിനുള്ളിലും റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും കടകളിലും എല്ലാം പള്ളികളിലും ഒക്കെ കൊടുക്കാൻ ഈശോ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ പത്രപ്രവർത്തനത്തിൽ ഈശോ തന്ന ഒരു മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതിനൊരു വലിയൊരു അത്ഭുതം, ഒരു ശക്തമായ സാന്നിധ്യം എനിക്ക് ലഭിച്ചത്. ഞാൻ കുറച്ച് യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാൻ പഴനി സ്റ്റാൻഡിൽ രാവിലെ ഇങ്ങനെ യാത്രയ്ക്കിടയിൽ പല പ്രാവശ്യങ്ങളിൽ വെളുപ്പിനെ എത്താറുണ്ട്. അപ്പം ഞാൻ അവിടെ നടന്ന് ഈ തമിഴ് പത്രം ബസ് സ്റ്റാൻഡിൽ കൊടുക്കും. അപ്പോൾ ഈ തമിഴരുടെ അവരുടെ ഒരു നല്ല മനസ്സിനെ കൊണ്ട് നമ്മൾ കൊടുക്കുന്നത് വേണ്ട എന്ന് പറയില്ല. പക്ഷെ ചിലർക്ക് ഈ പഴനി സ്റ്റാൻഡിൽ കിടന്നുറങ്ങുന്നവർ, ഞാൻ വെളുപ്പിനെയാണ് എത്തുന്നത്, അപ്പോൾ അവർ പലരും ഇത് വായിക്കാൻ അറിയാത്തവരായിരിക്കും. പിന്നെ അവരത് ജസ്റ്റ് വാങ്ങിക്കും, അവിടെ അത് ഉപേക്ഷിക്കും. അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ ചില മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് എനിക്കത് പിടികിട്ടിയത്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത ബസ് വരുന്നത് വരെ എൻ്റെ ഏറ്റവും വലിയ പത്രം കൊടുക്കുന്നതിനേക്കാൾ എൻ്റെ ബുദ്ധിമുട്ട് ഇവർ ഉപേക്ഷിച്ചിട്ടുണ്ടോ, ഇവർ പത്രം ഉപേക്ഷിച്ചോ, ഇവർ കൊണ്ടുപോയോ എന്ന് ചെക്ക് ചെയ്യുകയും ഇവർ അവിടെ സ്റ്റാൻഡിൽ ഇട്ട പത്രം തിരിച്ചെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അത് എന്നെ സംബന്ധിച്ചോളം എനിക്ക് കുറച്ച് അറപ്പ് കൂടുതലുള്ള ആളാണ്. അപ്പോൾ ഈ പഴനി സ്റ്റാൻഡ് വളരെ വൃത്തികേടായിട്ട് കിടക്കുന്ന ഒരു സ്റ്റാൻഡാണ്. അപ്പോൾ അവിടുന്ന് ഈ പത്രം തിരിച്ചെടുക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചോളം കുറച്ചുകൂടെ ഹാർഡായിട്ടുള്ളത്. അപ്പോൾ ഒരു ദിവസം ഞാൻ പഴനി സ്റ്റാൻഡിൽ നിൽക്കുമ്പം ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു, അമ്മേ, ഞാൻ ഈ എത്രയോ നാളുകളായിട്ട് ഞാൻ ഈ പത്രം കൊടുക്കുന്നു, പല ഭാഷകളിലൊക്കെ ആയിട്ട് ഞാൻ കൊടുക്കുന്നതുകൊണ്ട് ആരെങ്കിലും ഈശോയെ അറിയോ, അതുകൊണ്ട് ഉപകാരം ഉണ്ടോ? അപ്പം ഞാൻ ഓരോ പ്രാവശ്യം സത്യത്തിൽ എനിക്ക് ഇപ്പോഴും പത്രം കൊടുക്കുമ്പോൾ എനിക്ക് ചമ്മലുണ്ട്. പക്ഷേ ഞാൻ ഈശോയോട് പറയും, ഈശോ, എനിക്ക് ചമ്മലുണ്ടെങ്കിലും നിന്നോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ഞാൻ ഈ പത്രം കൊടുക്കുന്നത്. അപ്പോൾ ഈ പല ഭാഷകളിലെല്ലാം കൊടുക്കാൻ ഈശോ എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഈ പഴനി സ്റ്റാൻഡിൽ നിന്ന് ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു, അമ്മേ, ഞാൻ ഈ പത്രം കൊടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ടാവും, ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് കഷ്ടി കഴിഞ്ഞിട്ടുണ്ടാവും. പെട്ടെന്ന് എന്നേക്കാൾ ഒരു പയ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, അക്കയാണോ ഈ പത്രം എനിക്ക് തന്നത് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, കൃപാസനം പത്രമല്ലേ, അത് ഞാനാണ് തന്നത് എന്ന് പറഞ്ഞു. ഉടനെ എൻ്റെ പറഞ്ഞു, അത് വായിച്ച ഉടൻ തന്നെ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു, ഞാൻ കോരിത്തരിച്ചു പോയി, ഇതിലെന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് നമ്മുടെ കൃപാസനത്തെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും കുറച്ച് വാക്കുകളിൽ പറഞ്ഞു. അപ്പം എന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എൻ്റെ പറഞ്ഞു, ഞാനൊരു ചായ വാങ്ങിച്ച് തന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പം ചായ വാങ്ങിച്ച് തന്നോട്ടെ എന്നൊരു കാഷ്വൽ ചോദ്യമായിരിക്കും മറ്റുള്ളവർക്ക് കേൾക്കുമ്പം. പക്ഷേ എന്നെ സംബന്ധിച്ചോളം അങ്ങനെയല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ചായ. എത്ര ചായ കുടിച്ചാലും എനിക്ക് മതിയാവില്ല. അപ്പം മാതാവിന് അതറിയാം. അതുകൊണ്ട് ആ പുള്ളിക്കാരൻ എൻ്റെ അടുക്കൽ അക്കയ്ക്ക് ഒരു ചായ വാങ്ങിച്ച് തന്നോട്ടെ എന്ന് ചോദിച്ചപ്പം സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ആ പുള്ളിക്കാരൻ ഓഫർ ചെയ്തത്. പക്ഷേ എൻ്റെ പഴനി സ്റ്റാൻഡിൽ എൻ്റെ അറപ്പ് കൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ചായ വേണ്ട എന്ന് പറഞ്ഞ് ഞാനൊരു ഡ്രിങ്ക് വാങ്ങിച്ചു കുടിച്ചു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഞാൻ പത്രം കൊടുക്കുന്നത് മാതാവ് കാണുന്നുണ്ട്, മാതാവിന് സന്തോഷമാണ് എന്നറിയിക്കാൻ ഞാൻ ചോദിച്ചപ്പോൾ തന്നെ മാതാവ് ഒരു സാന്നിധ്യം തന്ന പോലെയാണ്. എനിക്കധികം ജപമാല ചെല്ലാൻ പറ്റാറില്ലെങ്കിലും ഞാനൊരു ദിവസം ഒത്തിരി ജപമാല ചെല്ലി ഞാൻ ബസ്സിൽ പോയപ്പോൾ, നമ്മുടെ കൃപാസനത്തിൻ്റെ മുമ്പിൽ കൂടെ പോയപ്പം മഴവില്ല് കാണിച്ച് മാതാവ് കുറേ ദൂരം എന്നെ മഴവില്ല് കാണിച്ചിരുന്നു. അന്ന് ഞാൻ കുറച്ചേറെ ജപമാലകൾ ഒറ്റയ്ക്കിരുന്ന് ചെല്ലിയിരുന്നു. മാതാവ് എന്നെ ഇങ്ങനെ മഴവില്ല് കാണിച്ചു തന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് ചെയ്യുന്നത് മാതാവിന് സന്തോഷമാണ് എന്ന് മനസ്സിലാക്കി തരാനായിരിക്കും. ഞാൻ അതുപോലെ തന്നെ ഞാൻ കുറച്ചേറെ യാത്രകൾ ചെയ്യുന്ന ആളാണ്. അപ്പം ഞാൻ യാത്രകളിൽ എപ്പോഴും മാതാവിനോട് പറയും, അമ്മ, എനിക്ക് ടെൻഷനുണ്ട്, യാത്ര ചെയ്യുമ്പം എനിക്ക് പെട്ടെന്ന് ചില ടെൻഷൻ വരും. അപ്പം അമ്മയുടെ നീല അങ്കിക്കുള്ളിൽ എന്നെ പൊതിഞ്ഞ് കാത്തുകൊള്ളണേ, എന്നെ ഒരു കുഞ്ഞിനെ കയ്യെ പിടിച്ച് കൊണ്ടുപോകുന്ന പോലെ തന്നെ എന്നെ കൊണ്ടുപോകണേ എന്ന്. അപ്പോൾ ഒരു ദിവസം ഞാൻ ഡൽഹി എയർപോർട്ടിൽ നിൽക്കുമ്പം പെട്ടെന്ന് മലയാളത്തിൽ ഒരു ആൾ വന്നിട്ട്, ഒരു സ്ത്രീ വന്നിട്ട് എൻ്റെ വെറുതെ വന്ന് പെട്ടെന്ന് പരിചയപ്പെട്ടു. അപ്പം ഞാൻ എന്നിട്ടിങ്ങനെ ഈ ഫ്ലൈറ്റിൻ്റെ കാര്യം 1-2 കാര്യം ചോദിച്ചു.
എന്നിട്ട് എൻ്റെ പറഞ്ഞു, വാ നമുക്കൊരു ചായ കുടിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ചായ. അപ്പോൾ ഒരാൾ എനിക്ക് ചായ ഓഫർ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു സമ്മാനം തരുന്നതിന് തുല്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു, പരിചയമില്ലാത്ത ആളായതുകൊണ്ട് ഞാൻ പറഞ്ഞു, വേണ്ട എനിക്ക് ചായ വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷേ പുള്ളിക്കാരി എന്നെ വഴക്ക് പറഞ്ഞു, എന്താ ഒരു ചായ കുടിച്ചാൽ എന്താ എന്ന് പറഞ്ഞ് എയർപോർട്ടിൽ നമുക്കറിയാമല്ലോ നമ്മളിവിടെ കുടിക്കുന്നതിന് 4 ഇരട്ടി വില കൊടുത്ത് ഒരു ചായ വാങ്ങിച്ച് എനിക്ക് തന്നു. അപ്പം ഞാൻ വീണ്ടും എനിക്ക് മനസ്സിലായത്, പിന്നെ ഞാൻ നെടുമ്പാശ്ശേരിയിൽ ഫ്ലൈറ്റ് ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ പിന്നെ ആളെ കണ്ടില്ല. അത് ആളെ അപ്രത്യക്ഷമായെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ എനിക്ക് പിന്നെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ മാതാവിനോട് എൻ്റെ യാത്രകളിൽ സഹായിക്കണമെന്ന് പറയുമ്പം മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ആ സാന്നിധ്യം അറിയിക്കാൻ വേണ്ടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനവുമായിട്ട് അമ്മ ആരെങ്കിലും എത്തിക്കുന്നതാണ്. പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തികളിൽ ഞാൻ ഡൽഹിയിലായതുകൊണ്ട് തന്നെ അവിടെ സ്ട്രീറ്റിലൊക്കെ ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. അപ്പം ഞാൻ ആഴ്ചകളിൽ ഞാൻ ഭക്ഷണം ഒത്തിരിയല്ല, പക്ഷേ എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി ഞാൻ സ്ട്രീറ്റിലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുണ്ട്. അതിന് എൻ്റെ മോളും എന്നെ പലപ്പോഴും പൊതിയാനും ഒക്കെ ആയിട്ട് സഹായിക്കാറുണ്ട്. ഞങ്ങൾ കുടുംബമായിട്ട് ഒരുമിച്ച് പോയാണ് പോകുന്ന വഴി എപ്പോഴും കൊടുക്കുന്നത്. പിന്നെ എൻ്റെ വിശുദ്ധ കുർബാന ഞാൻ ചെറുപ്പത്തിൽ അനുദിന ദിവ്യബലിയിൽ എന്നും പോയിക്കൊണ്ടിരുന്ന ആളാണ്. പക്ഷേ കുടുംബജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിൽ അങ്ങനെ വന്നപ്പോൾ എനിക്ക് അത് മുടങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ 2022 ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് വീണ്ടും ആ അനുദിന ദിവ്യബലിയിലേക്ക് തിരിച്ചു വരാൻ, വലിയ അത്യാവശ്യ ഘട്ടങ്ങളിൽ ദീർഘദൂര യാത്രകളിൽ എന്തെങ്കിലും നഷ്ടപ്പെടുന്നതല്ലാതെ തിരിച്ചു വരാൻ ഈശോ എന്നെ അനുഗ്രഹിച്ചു. പിന്നെ അത് മാത്രമല്ല, ചിലപ്പോൾ ചില ദീർഘദൂര യാത്രകളിൽ എനിക്ക് കുർബാനയ്ക്ക് കൂടാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് ഞാൻ ചില ദിവസങ്ങളിൽ ആ നഷ്ടപ്പെട്ട കുർബാന ഒരു ദിവസം തന്നെ 2 കുർബാനയൊക്കെ കൂടി ആ നഷ്ടപ്പെട്ട കുർബാന എനിക്ക് തിരിച്ചു പിടിക്കാനും പലപ്പോഴും ഈശോ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. എൻ്റെ കുമ്പസാരം ഞാൻ ഇതുപോലെ തന്നെ ചെറുപ്പത്തിൽ ഞാൻ വളരെ അടുത്തടുത്ത് കുമ്പസാരിക്കുന്ന ആളായിരുന്നു. പിന്നീട് വലുതായപ്പോൾ എനിക്കത് കുറേയൊക്കെ കുറഞ്ഞു പോയി. ചിലതൊക്കെ തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പോഴാണ് ഞാൻ വീണ്ടും ഉടമ്പടിയിലേക്ക് വരുന്നത്. അപ്പോൾ അതിനുശേഷം വീണ്ടും എനിക്ക് 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കലെന്നുള്ള കുമ്പസാരത്തിൽ എനിക്ക് അത് ഈശോ വീണ്ടും സാധിച്ചു തന്നു. ചിലപ്പോഴൊക്കെ 2 ആഴ്ച പോവാറില്ല, അതിനു മുമ്പ് ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു ഞാനൊരു 4 വർഷത്തിൽ കൂടുതലായി ഉടമ്പടിയിലായിട്ട്. ഒരു 99% 2 ആഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരിക്കാൻ ഈശോ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ചില വ്യക്തിപരമായ ചില തിന്മകൾ, ഞാൻ പോലും ചിന്തിക്കാത്ത ചില തിന്മകൾ ഈശോ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ സ്വപ്നം കണ്ടു, ജോസഫ് അച്ഛൻ ഇവിടെ നിന്നുകൊണ്ട് ആരുമില്ലാത്ത ഇവിടെയല്ല, ഒരു ദേവാലയത്തിൽ നിന്നുകൊണ്ട് ആരുമില്ലാത്ത ഒരു ദേവാലയത്തിൽ എന്നോട് നോക്കിയിട്ട് ഇന്ന തെറ്റുകൾ മോക്കുണ്ട് എന്ന് കൃപാസന അച്ഛൻ പറയുന്നത് ഞാൻ ഒരിക്കൽ സ്വപ്നം കണ്ടു. പിന്നെ അതല്ലാതെ തന്നെ എൻ്റെ തെറ്റുകൾ എനിക്ക് മനസ്സിലാക്കി തരികയും അതിൽ നിന്ന് മാറി പോകാൻ ഈശോ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് പ്രത്യേകിച്ച് ഉടമ്പടിയിൽ വന്നുകൊണ്ട് മാതാവ് എനിക്ക് തന്ന വലിയൊരു അനുഗ്രഹമാണ്. ഉടമ്പടിയിൽ വന്നുകൊണ്ട് ഞാൻ ഓർക്കുന്നത്, ഞാൻ ജീവിതത്തിലൂടെ വളർന്നു വന്ന ആളാണ്. അപ്പോൾ ഞാൻ ഓർക്കുന്നത് എപ്പോഴും ഈശോയെ കൊടുക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എൻ്റെ നല്ല പ്രായത്തിലൊക്കെ വളരാൻ ഈശോ എന്നെ അനുഗ്രഹിച്ചത്. പക്ഷേ ഉടമ്പടിയിൽ വന്നപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ആ വിശ്വാസ പ്രഖ്യാപനം, ആ സുവിശേഷവൽക്കരണം മാതാവ് വളരെ ഈസി ആക്കി തന്നു. കാരണം നമ്മൾ പറയുന്നതിനേക്കാൾ ഈ പത്രം കൊടുത്ത് ചെയ്ത സുവിശേഷ പ്രഘോഷണം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഈശോ ഈസി ആക്കി തന്നു. കാരുണ്യ പ്രവർത്തികൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ, എല്ലാ ആഴ്ചയിലും നിർബന്ധമായി ചെയ്യാൻ ഉടമ്പടി എന്നെ സഹായിക്കുന്നു. എല്ലാം തന്ന ഈശോയ്ക്ക് ഈ 4 വർഷവും പ്രത്യേകിച്ച് ഉടമ്പടിയിലൂടെ ഓരോ സമയം എന്നെ മാതാവ് കൈപിടിച്ച് നടത്തിയതിന് ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു, മാതാവിന് നന്ദി പറയുന്നു. ഇനിയുള്ള ജീവിതത്തിലും മാതാവിൻ്റെ കൈപിടിച്ച് ഈശോയുടെ കൂടെ മരണം വരെ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. My name is Santwana Jolly and I thank you Jesus and Mother Mary of Krivasanam for all the blessings. നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട, വേഗമോടുകയും വേണ്ട. കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും. ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 52-ാം അധ്യായം 12-ാം വചനമാണ്. ഉടമ്പടി എന്നത് ദൈവം നയിക്കുന്ന വഴിയിൽ വിശ്വാസത്തോടെ നടക്കുക എന്നാണ്. കർത്താവാണ് നമ്മുടെ മുൻപിൽ നടക്കുന്നത്. നമുക്ക് പുതിയ വാതിൽ തുറന്നു തരുന്നതും ആ കർത്താവ് തന്നെയാണ്. നമ്മൾ കാണാത്ത അപകടങ്ങളും പ്രതിസന്ധികളുടെ മുൻപിൽ ദൈവം തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമ്മൾ പിന്നിൽ വിട്ടുപോകുന്ന കാര്യങ്ങളും ദൈവം സംരക്ഷിക്കുകയാണ്. മുൻപിലും പിൻപിലും ദൈവത്തിൻ്റെ കരുതലുണ്ട്. പൂർണ്ണമായ സുരക്ഷയാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ആ ദൈവ സാന്നിധ്യത്തിലൂടെ നമുക്ക് ഉറപ്പ് നൽകുന്നത്. ഉടമ്പടി പ്രാർത്ഥനയിൽ നാം അനുഭവിക്കുന്നത് ഭയമില്ലാതെ മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യമാണ് നമുക്ക് ലഭിക്കുന്നത്. ജിത്ത പോൾ എന്ന മകളുടെ സാക്ഷ്യത്തിൽ
മകളെപ്പറ്റി ഒത്തിരി ചിന്തകളുണ്ടായിരുന്നു. പുറത്ത് പഠിച്ച മകൾ വിദേശത്ത് പഠിച്ചിരുന്ന കുട്ടി നാട്ടിൽ വന്നപ്പോൾ പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകളെല്ലാം വളരെയേറെ ആയിരുന്നു. അങ്ങനെ 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ 62% കിട്ടിയിരുന്ന മകൾക്ക് 10ാം ഫസ്റ്റ് എക്സാമിൽ ബോർഡ് എക്സാമിലൊക്കെ പ്രീ ബോർഡ് എക്സാമിൽ 62% ആയിരുന്നു. പിന്നീട് ഈ മകൾ നിയോഗമായി പ്രാർത്ഥിച്ചതിന് വിശ്വാസ പ്രമാണം ചൊല്ലി നിയോഗമായി പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് 10ാം ക്ലാസ്സിലെ എക്സാമിന് 97% മാർക്ക് നൽകി ഈശോയമ്മയെ 93% മാർക്ക് നൽകി ഈശോയമ്മയെ അനുഗ്രഹിക്കുകയാണ്. ഈ മകൾ പറഞ്ഞ സാക്ഷ്യത്തിൽ ഉടമ്പടിയിൽ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കി തുടങ്ങുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയെന്നാണ് ക്ലാസ്സിൽ വെച്ച് കേട്ടത്. അതിന് പ്രകാരം പൂർണ്ണമായിട്ട് വിശ്വസിച്ചു ഇത് നടക്കില്ല എന്ന്. അതുകൊണ്ട് തന്നെയാണ് 91നും 94നും ഇടയ്ക്കുള്ള ഒരു മാർക്ക് നൽകി എൻ്റെ മകളെ അനുഗ്രഹിക്കണമേ എന്ന് ജിത്ത പോൾ പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥന ഈശോ കേൾക്കാതിരുന്നില്ല. അങ്ങനെയാണ് ഈ മകൾക്ക് 93%, അതായത് സോഷ്യൽ സ്റ്റഡീസ് വളരെ ഡിഫിക്കൽട്ടായിരുന്നു, അവിടെ പോലും 97% നൽകുന്ന മാർക്ക് ലഭിച്ചു. പിന്നീട് 12th എക്സാമാണ്. അവിടെയും ഈശോയുടെ നമ്മുടെ ഒരു വലിയ കൃപയുണ്ട്. IELTS എക്സാമിനും 8 എന്ന സ്കോർ നൽകിയാണ് ഈ മകൾക്ക് സക്സസ് നൽകിയത്. പിന്നീട് ഓൺലൈൻ ഇൻ്റർനാഷണൽ എക്സാമാണ്. അവിടെയും ഈശോയുടെ മമ്മയുടെ ഒരു കൃപയാലാണ് ഈ മകൾ വീണ്ടും പറഞ്ഞത്, നമ്മുടെ മെറിറ്റ് കൊണ്ടല്ല, ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, പക്ഷേങ്കിൽ ദൈവത്തിൻ്റെ കൃപയാലാണെന്നാണ് എല്ലാ പരീക്ഷകളുടെ സമയത്ത് ഏറ്റു പറയുന്നത്. തന്നെയുമല്ല, എല്ലാ പരീക്ഷകൾക്ക് പോകുമ്പോഴെല്ലാം ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉടമ്പടി കാശുരൂപം, ഉടമ്പടി തൈലവും വെഞ്ചരിച്ച ഉപ്പുമൊക്കെ ആയിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചാണ് എല്ലാ പരീക്ഷകളും അറ്റൻഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കൂടെ നിൽക്കുന്ന ആ പിൻകാവൽക്കാരൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചത്. ഉടമ്പടി ജീവിതത്തിൽ നമുക്കൊരു മെറിറ്റില്ലെന്ന് കാണുമ്പോഴും ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ നമുക്കെല്ലാ രീതിയിലും വിജയം ഉറപ്പാണ്. അങ്ങനെ ഈ മകൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനത്തിൽ ലൈറ്റ് ക്യാൻഡി പ്രെയർ റിക്വസ്റ്റ് വഴിയായും ഈ മകൾക്കെല്ലാം പരീക്ഷകൾ പാസ്സായി. ഇനി അടുത്ത കടമ്പ ലോണാണ്. അതിനുള്ള കിട്ടുവാനായിട്ടാണെങ്കിലും ഉടമ്പടിയിൽ നിയോഗമായി പ്രാർത്ഥിച്ചു. പക്ഷേങ്കിൽ ലൈറ്റ് ക്യാൻഡി പ്രയർ റിക്വസ്റ്റ് പ്രാർത്ഥനയിൽ ചൊവ്വാഴ്ച ധ്യാനം കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ലോണിൻ്റെ കാര്യത്തിലെല്ലാം ഒരു നീക്കുപോക്കായത്. വളരെ പെട്ടെന്ന് തന്നെ ഓരോ പേപ്പറുകൾ അക്സെപ്റ്റ് ചെയ്യുകയും ദൈവത്തിൻ്റെ കൃപയാൽ പെട്ടെന്ന് ലോൺ സാങ്ഷൻ ആവുകയും ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ടാണ് ഇന്ന് ഈ മക്കളും ഈ കുടുംബം വന്നിരിക്കുന്നത്. ഇന്ന് ഈ മകൾ ബയോളജി വളരെ ഡിഫിക്കൽട്ടായിരുന്ന സബ്ജക്റ്റായിരുന്നു. അവിടെയും ദൈവത്തിൻ്റെ കൃപയാൽ നാനോ ബയോളജിയിൽ തന്നെയാണ് ഈ മകൾ നെതർലാൻഡിൽ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. അതും ഈശോയുടെ ഒരു വലിയ കൃപയായിട്ടാണ് മക്കളെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഉടമ്പടി പ്രാർത്ഥനയിൽ ഈ മക്കൾ ഉറച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് പത്രം കൊടുക്കാൻ പോകുമ്പോഴൊക്കെ പ്രാർത്ഥിച്ച് ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം എൻ്റെ കൂടെയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു വ്യക്തിയിലൂടെ പല വ്യക്തികളിൽ കൂടെയാണ് ഈ മകൾക്ക് മകളെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്ന ദൈവത്തിൻ്റെ അമ്മ മാതാവിൻ്റെ സാന്നിധ്യവും ഈശോയുടെ ആ കരുതലും സംരക്ഷണവും ഒക്കെ ഈ മക്കളുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കുന്നത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഒരിക്കലും തിടുക്കം കൂട്ടേണ്ട ആവശ്യമില്ല, വേഗം ഓടുകയും വേണ്ട. കർത്താവാണ് നമ്മുടെ മുൻപിൽ നടക്കുന്നത്. ഇസ്രായേലിൻ്റെ ദൈവമാണ് നമ്മുടെ പിൻകാവൽക്കാരനെന്നാണ് നമുക്ക് ഓരോ ഉടമ്പടി സാക്ഷ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല, ദൈവം നമ്മുടെ മുൻപിലും പിൻപിലുമുണ്ട്. നമ്മെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുന്നത് പരിശുദ്ധ അമ്മ കൃപാസനം അമ്മയാണ്. പ്രശ്നങ്ങളുടെ നടുവിലും ഒരിക്കലും നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ജീവിതത്തിൽ പല കാര്യങ്ങൾ വൈകിപ്പോകുമെങ്കിലും ദൈവം ശരിയായ സമയത്ത് നമ്മെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുമെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. നമ്മുടെ ആത്മീയ യാത്രയിൽ പരിശുദ്ധ അമ്മ നമ്മെ യേശുവിലേക്ക് വഴി കാണിച്ചു നൽകുന്ന ഒരമ്മയാണ്. നമ്മുടെ ജീവിതയാത്രയിൽ എന്ത് തന്നെ പ്രതിസന്ധികളുണ്ടായാലും ഈശോയുടെയും അമ്മയുടെയും കരങ്ങളിൽ സമർപ്പിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ ഭക്തിയോടെ വിശ്വസ്തയോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. ജിത്ത പോളിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.